പെൻസിൽ ഷെയ്ഡിംഗ് ടെക്നിക്സിലെ മൂന്നാമത്തെ ടെക്നിക്കാണ് ബ്ലെൻഡിങ് ടെക്നിക്. ബ്ലെൻഡിങ് അല്ലെങ്കിൽ സ്കംബ്ലിങ്, അതല്ലെങ്കിൽ സ്മൂത്ത് ഷെയ്ഡിങ് എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ബ്ലെൻഡിങ് ടെക്നിക് ചെയ്യുന്നതിനായി ആദ്യം തന്നെ ഹാച്ചിങ് തന്നെയാണ് ചെയ്യുന്നത്. ഹാച്ചിങ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ക്ലോസ് ആയിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. അതുപോലെ പെൻസിലൊന്ന് ജസ്റ്റ് ചരിച്ചു കൊടുത്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അതായത് പെൻസിലിൻ്റെ ടിപ്പ് ടച്ച് ചെയ്യുന്നെങ്കിലും ആ പെൻസിലിൽ കുത്തനെ നിർത്തി വരയ്ക്കാതെ പെൻസിലൊന്ന് ചെരിച്ച് പിടിച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലെൻഡിങ് നല്ല സ്മൂത്ത് ഫിനിഷായിട്ട് കിട്ടുന്നത്. ഹാച്ചിങ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ ഭാഗത്താണോ ലൈൻസ് വരേണ്ടത് ആ ഭാഗത്തൊക്കെ ലൈൻസ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ലെങ്ത് എത്രത്തോളം വേണോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക. ആ ലൈറ്റ് എഫക്റ്റ് വരുന്ന ഭാഗത്ത് അവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഏതൊക്കെ ഭാഗത്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണോ അതൊക്കെ നോക്കി ഒന്നുകൂടെ ഹാച്ചിങ് വരച്ചു കൊടുക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡിങ് ടെക്നിക്കാണ് ബ്ലെൻഡിങ് ടെക്നിക്. മറ്റ് ഷെയ്ഡിങ് ടെക്നിക്കുകളെ അപേക്ഷിച്ച് ഇത് നമുക്ക് ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫീൽ തരുന്നതാണ്. ഫാഷൻ ഇല്ലസ്ട്രേഷനിൽ നമുക്ക് കൂടുതലായും ബ്ലെൻഡിങ് ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പെൻസിൽ ഷെയ്ഡിങ് യൂസ് ചെയ്ത് ഇല്ലസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ്, ഒരു ഒറിജിനൽ എഫക്റ്റ് കിട്ടുന്നത് ഈ ഒരു ബ്ലെൻഡിങ് ചെയ്യുന്ന സമയത്താണ്. ക്രോസ് ഹാച്ചിങ്ങും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഒറിജിനാലിറ്റി, അങ്ങനെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നത് ഈ ഒരു ഷെയ്ഡിങ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോഴാണ്. ഇതിലിപ്പം നമ്മൾ ആദ്യം ഹാച്ചിങ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് പെൻസിലോട് ഹാച്ചിങ് ചെയ്തു. അതിനുശേഷം കുറച്ചൊരു ഡാർക്കായിട്ടുള്ള പെൻസിലോട് അതിൻ്റെ തുടക്കത്തിലുള്ള ആ ഭാഗം, ആ കേവ് വരുന്ന ഭാഗത്തോട്ട് ഒരു ഡാർക്കായിട്ടുള്ള പെൻസിലോട് ഒന്നും കൂടി ഒന്ന് ഹാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഹാച്ചിങ്ങിൻ്റെയും ക്രോസ് ഹാച്ചിങ്ങിൻ്റെയും ഒക്കെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് തന്നെയാണ്. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്യുന്ന സമയത്ത് പെൻസിൽ കുത്തനെ പിടിച്ച് ആ ഒരു ടിപ്പ് ലൈൻസ് പോലെ വരുന്ന വിധത്തിലാവാതെ പെൻസിലൊന്ന് ചെരിച്ച് പെൻസിൽ ടിപ്പ് ടച്ച് ചെയ്യുമ്പം അതിലൊരു ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ കുത്തനെ പെൻസിൽ പിടിച്ച് ലൈൻസ് വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ലോസ് ആയിട്ട് നല്ല നീറ്റായിട്ട് പെൻസിലൊന്ന് ചെരിച്ച് പിടിച്ചതിന് ശേഷം പെൻസിൽ ടിപ്പ്, അതായത് ആ ഒരു ചെരിച്ച് പിടിച്ച് ഇങ്ങനെ ഒരു ലൈൻസ് ചെരിച്ച് വരയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. സർക്കിളിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും ലൈൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഈ ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ സർക്കിളിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഡാർക്ക് ചെയ്ത് വരക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ആ ഒരു ലൈറ്റ് എഫക്റ്റ് വരുന്ന ഭാഗത്തോട്ടേക്ക് വരുന്ന സമയത്ത് ലൈറ്റായിട്ട് വരണം. അതായത് തുടക്കത്തിൽ വരച്ച് പെൻസിലൊന്ന് വരച്ച് വലിച്ച് വിടുക ചെയ്യുന്നത്. അതായത് ഒരു എൻഡിങ്, മുന്നേ പറഞ്ഞതുപോലെ ഹാച്ചിങ്ങിൽ പറഞ്ഞതുപോലെ വരച്ച് നിർത്തുകയല്ല ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഡാർക്കായിട്ട് വരച്ച് തുടങ്ങുക, എൻഡിങ്ങിലോട്ട് എത്തുമ്പോൾ അതൊന്ന് വലിച്ചു വിടുക. അതാകുമ്പോൾ എൻഡിങ്ങിലെത്തുന്ന സമയത്ത് നമുക്ക് ലൈറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൽ മറ്റ് ഹാച്ചിങ്ങിലൊക്കെ നമ്മൾ 2 ഡാർക്ക് ഷെയ്ഡുള്ള പെൻസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ നമുക്കൊന്നുകൂടെ കുറച്ചുകൂടി നല്ലോണം ഒന്ന് ആ സ്റ്റാർട്ടിങ് ഭാഗം മാത്രം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കിട്ടാൻ വേണ്ടി 8B കൂടി ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. 8B അല്ലെങ്കിൽ 10B നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ വേണ്ടൂ. ബാക്കി അങ്ങനെ മുന്നോട്ട് കുറച്ചും കൂടി ലെങ്ത്തിലൊന്നും കൊടുക്കണ്ട. സ്റ്റാർട്ടിങ്ങിൽ ആ ഭാഗം മാത്രം, അത്രപ്പോരം മാത്രം ഒന്ന് 8B വെച്ചിട്ട് ഒന്നും കൂടി ലൈൻസ് അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് സർക്കിളിൻ്റെ ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മളിപ്പം ഹാച്ചിങ് ചെയ്ത സമയത്ത് കുറച്ചൊക്കെ പുറത്തൊക്കെ ആയി അങ്ങനെ ഒരു നീറ്റില്ലാണ്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കുറച്ച് കറക്റ്റ് പെൻസിലൊന്ന് വെച്ച്, ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഷേപ്പാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ല നീറ്റായിട്ട് ആ സർക്കിളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ ഹാച്ചിങ്ങിലും ക്രോസ് ഹാച്ചിങ്ങിലും ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ഇനിയാണ് നമ്മളിത് ബ്ലെൻഡിങ്ങിലോട്ടേക്ക് മാറ്റിയെടുക്കുന്നത്. ബ്ലെൻഡിങ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ടൂൾസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പേപ്പർ സ്റ്റംസ് ആണ്. പേപ്പർ സ്റ്റംസ് തന്നെ
ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. ഒരു പാക്കറ്റിൽ തന്നെ ഡിഫറെൻറ്റ് സൈസിലുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല വണ്ണത്തിലുള്ള പേപ്പർ സ്റ്റെംസ് ആണ്. ഓരോ സൈസ് അനുസരിച്ച് നമ്മൾക്കത് യൂസ് ചെയ്യാം. നമ്മൾ വരച്ചിട്ടുള്ള പിക്ചറിൻ്റെ വിഡ്ത്തും ലെങ്ത്തും നോക്കിയിട്ട് നല്ല വൈഡായിട്ടുള്ള പിക്ചറാണ് ഇതിപ്പോൾ ഇതുപോലെ ഒരു സർക്കിളൊക്കെയാണ് നമുക്ക് കുറച്ച് വലിയ സൈസിലുള്ള പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്യാം. അതല്ല ചെറിയൊരു പോർഷൻസാണ് ബ്ലെൻഡ് ചെയ്യാനുള്ളതെങ്കിൽ ചെറിയ പേപ്പർ സ്റ്റെംസ് ചെറിയ സൈസിലുള്ള വണ്ണം കുറഞ്ഞ പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഹാച്ചിങ്ങിൽ ചെയ്ത് ആ ഒരു ലെവലിൽ തന്നെ ആ ഒരു ചെരിഞ്ഞ ലെവലിൽ തന്നെയാണ് പേപ്പർ സ്റ്റെംസും വെച്ചിട്ട് ചെയ്യുന്നത്. നല്ലോണം പ്രസ് ചെയ്ത് ആ വരച്ചതിൻ്റെ മുകളിൽ കൂടെ ആ വരച്ചതിൻ്റെ ലൈൻസെല്ലാം ഒന്ന് സ്മഡ്ജ് ചെയ്യുക. സ്മഡ്ജ് ചെയ്ത് കിട്ടുന്നത് പോലെ ബ്ലെൻഡിങ് അല്ലെങ്കിൽ സ്മഡ്ജിങ് ഈ ഒരു രീതിയിൽ കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് ചെയ്യുന്ന സമയത്താണ് ബ്ലെൻഡിങ് നല്ല രീതിയിൽ കിട്ടുക. അതുപോലെ കംപ്ലീറ്റ് ഏതൊക്കെ ഭാഗത്ത് നമ്മൾ വരച്ചിട്ടുണ്ടോ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ആദ്യം ചെയ്ത ഹാച്ചിങ്ങിൻ്റെ ആ ലൈൻസൊക്കെ എടുത്ത് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര നല്ലോണം പ്രസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സർക്കിളിൽ നമ്മൾ ഹാച്ചിങ് ചെയ്ത് നന്നായി ഡാർക്ക് ആക്കിയ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഹാച്ചിങ് ചെയ്യുന്ന സമയത്ത് പെൻസിൽ വരച്ച് വലിച്ച് വിട്ടതുപോലെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് പേപ്പർ സ്റ്റെംസും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നന്നായി പ്രസ് ചെയ്ത് എൻഡിങ്ങിലോട്ട് എത്തുമ്പോൾ ഒന്ന് വലിച്ചു വിടുന്നത് പോലെ ആ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഇതിന് ശേഷം ഇനി നമ്മൾ ഷാഡോ വരയ്ക്കുകയാണ്. ഷാഡോ സെയിം റിപ്പീറ്റ് തന്നെയാണ് ഹാച്ചിങ് ചെയ്തതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ടേക്കൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഷാഡോ വരയ്ക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നല്ല ഡാർക്ക് ആയിരിക്കും, കുറച്ച് ദൂരത്തോട്ട് പോകുന്ന സമയത്ത് അത് ലൈറ്റ് ഷെയ്ഡിലോട്ട് വരും. ഈ സ്റ്റെംസ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിങ് ചെയ്യുന്നതിനായി മാക്സിമം പേപ്പർ സ്റ്റെംസ് തന്നെ യൂസ് ചെയ്യുക. ഇതിന് പകരമായിട്ട് ടിഷ്യൂ പേപ്പർ, ഇയർബഡ്സ് ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം അതിനെ കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേപ്പർ സ്റ്റെംസ് വെച്ച് യൂസ് ചെയ്യുന്ന ആ ഒരു നീറ്റ്നെസ്സോ പെർഫെക്റ്റോ കിട്ടുന്നതല്ല. അതുകൊണ്ട് കഴിയുന്നതും പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്തിട്ട് തന്നെ ബ്ലെൻഡിങ് ചെയ്യുക.